Hi friends, welcome to a new episode of Flywheel. എന്നൊരു റിഫ്രഷ്മെന്റും പുതുമ ആഗ്രഹിക്കുന്നതാണ് നമ്മളെല്ലാം. അതുകൊണ്ട് തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്തൊരു കാറുമായിട്ട് എന്ന് വന്നിട്ടില്ല. Presenting before you the facelifted C-Class from Mercedes-Benz, and we are going to test drive the C250 CDI diesel variant. So sit back and enjoy the drive of C250 CDI. W201 എന്ന നെയിം ചെയ്ത് C-Class എന്ന വേരിയന്റ് ആദ്യമായി ബെൻസ് കൊണ്ടുവന്നപ്പോൾ ബേബി മെർസിഡീസ് ആയിട്ടായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. കാരണം അന്ന് ഏറ്റവും ചെറിയൊരു സിഡാൻ എന്ന വേരിയന്റ് എന്നുള്ള രീതിയിലായിരുന്നു ഇത് ഡെവലപ്പ് ചെയ്തത്. അന്നത്തെ കോമ്പറ്റീറ്റേഴ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 സീരീസിന് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ജാപ്പനീസ് മോഡൽസിനെല്ലാം ബീറ്റ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു മെർസിഡീസ് ചെറിയൊരു വെഹിക്കിൾ കൊണ്ടുവന്നത്. അന്ന് അങ്ങനെ ഒരു ബേബി ബെൻസ് എന്നുള്ള ഒരു പേര് വന്നെങ്കിലും ഇന്നിപ്പോൾ രണ്ട് ചെറിയ മോഡൽസാണ് മെർസിഡീസിനുള്ളത്, A-Classഉം B-Classഉം. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബേബി മെർസിഡീസ് ആണ് ഈ C-Class. ആ ഒരു C-Classന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയന്റ് ആണ് ഇന്നിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. 2007 പുറത്തു വന്നുള്ള W204 എന്ന ലേറ്റസ്റ്റ് വേരിയന്റിന്റെ ഫേസ് ലിഫ്റ്റഡ് വേരിയന്റ് ആണിത്. ഇതിപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഒരു 5-6 മന്ത്സ് കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഇപ്പം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് അവോൺഗാർഡ് വേർഷൻ ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു എക്സ്റ്റീരിയർ സ്റ്റൈലിങ്ങിൽ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും വരുത്താതെ കുറെ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചോട് കൂടിയിട്ട് വളരെ റിഫ്രഷ് ആക്കിയിട്ടുള്ള ഒരു മോഡലാണ് ഇന്നിപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വെഹിക്കിളിൽ. കാരണം ചെറിയ ചേഞ്ചസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ബട്ട് ആ ഒരു ചെറിയ ചേഞ്ചസ് ഇപ്പോൾ ഉള്ള C-Class ഇപ്പം നിലവിലുണ്ടായിരുന്ന C-Classന് ഔട്ട്ഡേറ്റഡ് ആയി തോന്നിക്കുന്ന രീതിയിലാണ് ആ ചേഞ്ചസ് വന്നിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ടുള്ള ഇതിന്റെ ഹെഡ്ലൈറ്റ്സ് ആണ്. ഹെഡ്ലൈറ്റ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചില മാഗസീനിലും അതുപോലെ തന്നെ ചില മീഡിയയിലും തന്നെ അത് കമാൻഡ് ചെയ്തിരിക്കുന്നത് ലോറയിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ടെന്നാണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് റൈറ്റ് ബിക്കോസ് ദിസ് ഡിസൈൻ ഹാസ് റിവീൽഡ് ബൈ Mercedes-Benz ഇൻ ദെയർ SL സീരീസ്. നമ്മൾ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത SL63 കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കട്ടിങ്ങും ഷേപ്പും എല്ലാം വന്നത് SL ആയിരുന്നു ആദ്യം. സോ ലോറ ഇസ് ആക്ച്വലി കെയിം ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ മെർസിഡീസ് ആയിരുന്നില്ല കോപ്പി ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് നോട്ട് ആൻ കോപ്പി കാറ്റ് ഓഫ് എനി അതർ മോഡൽ ഓഫ് ബ്രാൻഡ്. ദിസ് ഇസ് പ്യുവർ മെർസിഡീസ് ഡിസൈൻ. അതിൽ 2 ഡൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയപ്പം നമുക്കറിയാം ബെൻസിലെല്ലാം തന്നെ ഒരു പാർക്ക് ലൈറ്റ് എല്ലാം യൂസ് ചെയ്യുന്ന LED സ്ട്രിപ്പാണ്. അതൊരു C എന്നുള്ള ഷേപ്പിൽ ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവോൺഗാർഡിൽ നമുക്കറിയാൻ പറ്റും നേരത്തെ എല്ലാം ഉണ്ടായിരുന്ന ഡിഫറെന്റ് ആയിട്ട് 204 മുതൽ 2 ഗ്രിൽ വേരിയൻസ് വന്നിട്ടുള്ളത്. എലഗൻസിലും അവോൺഗാർഡിലും ഡിഫറെന്റ് ആയിട്ടാണ് വന്നത്. അവോൺഗാർഡിൽ ഇന്നിപ്പോൾ യങ്സ്റ്റേഴ്സോ അല്ലെങ്കിൽ അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മെർസിഡീസിന്റെ ആ സെൻട്രൽ ലോഗോ വരുന്ന സ്പോട്ടി ഗ്രില്ലാണ്. അതാണ് ഇതിലും റിവീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന റിഫ്രഷ് ബമ്പറാണ്. നേരത്തെ നിന്ന് ഡിഫറെന്റ് ആയിട്ട് പുതിയ E-Classലും പിന്നെ S-Classലും ഇപ്പോൾ ഉള്ള S-Classലും എല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു കട്ടിങ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിന് പുറമെ LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റും അതിൽ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ക്രോം സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ ആ ഒരു ചെറിയ ചേഞ്ചസ് ആണെങ്കിലും മൊത്തത്തിൽ നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലാണ് ലഭിച്ചിട്ടുള്ളത്. സോ ഓൾ ടുഗദർ ഫേസിയ വൈസ് ഇറ്റ്സ് എ ന്യൂ ആൻഡ് വെരി ഫ്രഷ് ഡിസൈൻ. ഈ 204 വേരിയന്റ് വന്നപ്പോൾ തന്നെ ബെൻസിന്റെ മുമ്പുണ്ടായിരുന്ന C-Classന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കൊണ്ടുവന്നത്. എസ്പെഷ്യലി ഒരു കുറച്ചുകൂടി ബോക്സി ആയിട്ടുള്ള ഡിസൈൻ ആണ്. അത് നമുക്ക് ഏറ്റവും അധികം റിവീൽ ചെയ്തിരുന്ന ഈ ടോപ്പ് റൂഫ് ലൈനിലാണ്. കുറച്ചുകൂടി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ് ലൈനാണ് കമ്പയർ ടു പ്രീവിയസ് മോഡൽ വന്നിട്ടുള്ളത്. അത് ഇതിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ അല്ല ഇതിൽ വന്നിട്ടില്ല. ബട്ട് ടു ആൻ അഡീഷൻ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പാനോറമിക് സൺറൂഫ് ആണ്. ഫുൾ ആയിട്ട് വരുന്ന ഗ്ലാസ് സൺറൂഫ്. അതിന് ഈ ബ്ലാക്ക് കളർ കൊടുത്ത് എസ്പെഷ്യലി വൈറ്റ് പോലുള്ള കളറിൽ വളരെ അട്രാക്റ്റീവ് നിൽക്കുന്നുണ്ട്. റിയലി സ്പോട്ടി ഫീൽ ആണ് ഇതിൽ ലഭിക്കുന്നത്. പിന്നെ അതിൽ വന്നിരിക്കുന്ന ക്യാരക്ടർ ലൈനെല്ലാം തന്നെ വളരെ ഒരു മാസ്കുലിൻ ലൈനാണ്. സാധാരണ മുമ്പത്തെ മോഡലിൽ ഉണ്ടായിരുന്നതിന് ഡിഫറെന്റ് ആയിട്ടും കുറച്ചുകൂടി ഒരു ഇപ്പോഴുള്ള മെർസിഡീസിന്റെ ഒരു സ്റ്റേബിളിൽ വരുന്ന ഒരു മാസ്കുലിൻ ഫീൽ ലഭിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടർ ലൈനാണ് വന്നിട്ടുള്ളത്. അത് ഷോൾഡറിലും എല്ലാം തന്നെ കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വീലാർച്ച് ഒരു ഫ്ലെയിംഡ് ആയിട്ടുള്ള വീലാർച്ച ഫ്രണ്ടിലും റിയറിലും വന്നിട്ടില്ല. പിന്നെ ഇതിൽ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ള ഇതിന്റെ ഔട്ട്സൈഡ് റിയർവ്യൂ മിറർ ആണ്. മുമ്പുള്ളതിൽ ഷേപ്പ് അതിന് തന്നെ റിട്ടേൺ ചെയ്തെങ്കിലും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ആണ് അതിൽ ഡിഫറൻസ് വന്നില്ല. എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിൽ നേരത്തെ ഉണ്ടായിരുന്ന ഡ്രോബാക്ക് ആയിരുന്നു ലെഫ്റ്റിൽ ഒരു പ്ലെയിൻ ഗ്ലാസ് ആയിരുന്നു. പക്ഷേ ഇന്നിപ്പം വന്ന് ഒരു കോൺകേവ്, അതായത് എഡ്ജിൽ കോൺകേവ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. അതുകൊണ്ട് ഒരു നല്ലൊരു വ്യൂ പുറത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി യൂസ് വരുന്നത് ഹൈവേസിലാണ്. കാരണം ഇന്നിപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ പാർക്കിംഗ് സെൻസറിലുണ്ട് അത്ര ഡിഫിക്കൽട്ട് അല്ല. പക്ഷേ ഹൈവേയിൽ വരുമ്പോൾ നമുക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം
വലിയ മോഡൽസ് വരുന്നുണ്ട്, ഇതിലത് വന്നിട്ടില്ല. പിന്നെ ഇതിൽ ഡിഫറൻസ് വരുന്ന ബോഡിയിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഇപ്പോൾ ഫ്രണ്ടിൽ ബോണ്ടിന്റെ മേലെ വരുന്നതെല്ലാം തന്നെ അലൂമിനിയാണ്, ഫ്രണ്ട് ഫെൻഡറിലെല്ലാം അലൂമിനിയം യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൊത്തം ബോഡിയിൽ വന്നിരിക്കുന്ന ഈ സ്റ്റീലാണെങ്കിൽ കൂടി യൂസ് ചെയ്തിരിക്കുന്ന അലൂമിനിയം അലോയ് ആണ് ഫ്രെയിമിൽ. അത്രയും വരുമ്പോൾ ഇതിൽ വെയിറ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എഫിഷ്യൻസി കൂടുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇതിൻ്റെ പിന്നെ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ, ഇപ്പം ബോഡി വെയിറ്റ് റേഷ്യോ എല്ലാം തന്നെ കുറെ കൂടി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു അജിലിറ്റി കിട്ടുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഈ ഫേസ് ലിഫ്റ്റഡ് സി ക്ലാസ്സിൽ റിയർ എൻഡിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷേ ഒരു ചേഞ്ച് വന്നിട്ടുള്ള ടെയിൽ ലൈറ്റിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന ടെയിൽ ലൈറ്റിന് പുറമെ ഒരു ടെക്സ്ചറിന് ഒരു കട്ടിങ് ഉണ്ടായിരുന്നു, എന്നാൽ ഇതിലിപ്പം പ്ലെയിൻ ആയിട്ട് വന്നത്. പക്ഷേ ഇന്റീരിയറിലാണ് ഇതിന്റെ കൂടുതൽ ചേഞ്ചസ് ഉള്ളത്, കാരണം ഫുള്ള് LED സ്ട്രിപ്സും LED ലൈറ്റ്സോ വന്നിട്ടുള്ളത്. സോ ഇല്യൂമിനേറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ എല്ലാ ഭംഗിയും കാണുന്നത്. അതർവൈസ് ദ റിയർ പോർഷൻ വാസ് വെരി ഗുഡ്, അതുകൊണ്ട് അത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സി ക്ലാസ്സിൽ നോർമലി നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബൂട്ട് സ്പേസ് അതിലുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് 475 ലിറ്റർ. ആൻഡ് യു ക്യാൻ സീ ദ സ്പേസ് ഓൾസോ ഇസ് വെരി ഗുഡ്. നല്ലൊരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ലഗേജെല്ലാം വെക്കാൻ പറ്റുന്ന സൈസിലുള്ള. ആൻഡ് യു ഹാവ് എ ഫുൾ സൈസ് സ്പെയർ വീൽ ഇൻ ദിസ്. അൺലൈക്ക് അതർ കോമ്പറ്റീറ്റേഴ്സ്, ആ ഒരു കാര്യത്തിൽ മെർസിഡീസ് എന്തായാലും ഒരു സേഫ്റ്റി ആസ്പെക്ട് ആയിട്ട് ഫുൾ സൈസ് സ്പെയർ വീൽ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വൺ പ്ലസ് പോയിന്റ് ഇൻ ദിസ് സി ക്ലാസ്. നല്ല കാര്യങ്ങൾ എന്തും കോപ്പി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വി ഡോണ്ട് ഫൈൻഡ് എനി കംപ്ലൈന്റ് ഇൻ ദിസ് വീൽ. കാരണം ദിസ് ഹാസ് സീൻ ഇൻ ദ ഇ ക്ലാസ്. ആ ഒരു സെയിം വീൽ ഡിസൈൻ തന്നെ ഇതിലും വന്നിട്ടില്ല. ദാറ്റ് ഈസ് എ 17-inch വൈഡ് ട്വിൻ സ്പോക്ക് വീൽ വിച്ച് ഇസ് വെരി അട്രാക്റ്റീവ്. നല്ല സ്പോട്ടി ആയിട്ടുള്ളൊരു ഫീലാണ്, എന്നാൽ ഒരു എലഗൻസും കിട്ടുന്നുണ്ട്. കാരണം മെർസിഡീസ് ആയതുകൊണ്ട് ആ ഒരു എലഗൻസും കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് 17-inch വീൽ. ഇതിൽ വന്നിരിക്കുന്ന 225/45 റേഡിയൽ ടയർസ് ആണ്. അത്യാവശ്യം പ്രൊഫൈലുള്ള ടയർസ് ആണ് മെർസിഡീസ് കൊടുക്കുന്നത്, അതുകൊണ്ട് റൈഡ് വിൽ ബി വെരി കംഫർട്ടബിൾ. ഈ ഒരു വീൽ കൊണ്ട് ശരിക്കും വീലിന്റെ ഒരു സൈസ് ഒരു 18 ഇഞ്ചിന്റെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ വീല് വന്നിട്ടുള്ളത്. Flywheel.